അതൊരു ആലിംഗനത്തിലേക്ക് വഴുതുന്നത് അവസ്ഥയിലെത്തി. അപ്പോൾ ഏതോ ഒരു അത്ഭുതം പോലെ, ഏതോ ഒരു സ്നേഹവിസ്മയം പോലെ അവരെന്നെ കാണുകയായിരുന്നു. അതാണ് സത്യത്തിൽ സൈറയെ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ നിമിഷം എന്ന് പറയുന്നത്. സൈറ വാസ്തവത്തിൽ ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ ഓറിയൻ്റൽ ലിറ്ററേച്ചറിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അത് പിന്നീട് അറിഞ്ഞാണ്. അവൾ ഇന്ത്യയിൽ നിന്ന് സംസ്കൃതം അറിയാവുന്ന ഒരു ഡോക്ടറെ കിട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണ പഥത്തിൽ, ഗവേഷണ വിഷയത്തിൽ ഒരു നല്ല റിസോഴ്സ് പേഴ്സണെ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ വെച്ച് തന്നെ എൻ്റെ യാത്രയെക്കുറിച്ച് അവൾ അന്വേഷിക്കുന്നു, എൻ്റെ ആഗമന ഉദ്ദേശ്യം അന്വേഷിക്കുന്നു, എൻ്റെ സ്റ്റേയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കുട്ടി ഏതാനും നിമിഷം കൊണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ താമസിക്കും മെട്രോപോൾ എന്ന് പറയുന്ന അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്, മെട്രോപോൾ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നു ഉച്ചയാകുമ്പോഴേ കടയടയ്ക്കും, നമ്മുടെ പിന്നെ നിരത്തുകൾ മുഴുവൻ വിജനമാവും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടി പറയുന്ന ഒരു കാര്യം, ഐ വിൽ ടേക്ക് യു, താങ്കൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോകാം, താങ്കളുടെ താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ നയിക്കാം, യു ക്യാൻ ട്രാവൽ ഇൻ മൈ കാർ. അവളുടെ നീല ബെൻസ് റെഡി, അതിലൂടെ എനിക്ക് സഞ്ചരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ സഞ്ചാരത്തിനുള്ള, എൻ്റെ ഒപ്പം കൂട്ടാനുള്ള ഒരു താല്പര്യം ഉണർന്നു വരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ അറിവിൻ്റെ ഒരു ലോകമുണ്ടല്ലോ, ഒരു അന്വേഷണത്തിൻ്റെ ലോകം തേടിയെടുക്കുക, സ്വന്തമാക്കുക എന്നുള്ളതാവണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മൾ കരുതുകയും ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ചതൊരു വലിയൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ആയിരുന്നു. കാരണം എനിക്ക് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും പോകാൻ പറ്റുക, എല്ലാവരും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ജ്യൂസിന് പോകാവുന്ന സ്ഥലത്ത് മുസ്ലിംസിന് പോകാൻ പറ്റില്ല, പാലസ്തീൻകാർക്ക് പോകാൻ പറ്റില്ല, അവർക്ക് പോകാൻ കഴിയുന്നിടത്ത് മറ്റുള്ളവർക്ക് ഒക്കില്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു വർഗീയത, വംശീയ കലാപം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. ഈ കുട്ടിയുടെ അമ്മ ജൂവും അച്ഛൻ അറബി വംശജനുമാണ്. അതുകൊണ്ട് ഏത് സ്ഥാനത്ത് അറബികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും സ്വച്ഛമായി സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള കുട്ടിയാണിത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ താമസിച്ചിരുന്ന മെട്രോപോൾ ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം സൈറ അവളുടെ വണ്ടിയുമായി വന്നെത്തുകയും എന്നെക്കൊണ്ട് ഇങ്ങനെ ഈ വിശുദ്ധ നാടുകൾ മുഴുവൻ സഞ്ചരിച്ച് അനുഭവങ്ങൾ പങ്കുവെച്ച്, അറിവുകൾ പങ്കുവെച്ച്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ അല്ലെങ്കിൽ അജ്ഞാതൻ്റെ ഒരു കരസ്പർശം പോലെ ജീവിതം ഇങ്ങനെ, എനിക്ക് തോന്നുന്നത് ആർക്കും ഇന്നോളം ലഭിക്കാത്ത ഒരു വിദഗ്ധയായ ഗൈഡിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് എന്നെ എല്ലായിടത്തും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എത്ര ദിവസത്തെ എനിക്ക് 20 ദിവസത്തെ യാത്ര. അപ്പോൾ ആ യാത്രകൾക്കിടയിൽ അവിടെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോവുക, യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റിയിൽ പിന്നെ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച്, അപ്പോൾ ഞാൻ എഴുത്തുകാരൻ കൂടിയാണ് എന്നറിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു ആഹ്ലാദം എന്ന് പറയും, ഒരു ഇന്ത്യൻ റൈറ്റർ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എഴുത്തുകാർ മാനിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഒരു മാന്യത പുറം രാജ്യങ്ങളിലാണ് കിട്ടുന്നതെന്ന് എനിക്കൊരു അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക, ബുദ്ധനെക്കുറിച്ച് അന്വേഷിക്കുക, ശങ്കരനെക്കുറിച്ച് അന്വേഷിക്കുക, ബുദ്ധനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ടാഗോറിനെ അല്ലെങ്കിൽ വിവേകാനന്ദനെ, മഹാത്മാഗാന്ധിയെ, ഇതേക്കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ ആ ഒരു അന്വേഷണ ത്വര കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ തീർച്ചയായിട്ടും അഭിമാനമാണുള്ളത്. അതുപോലെ ബൈബിൾ ശരിക്കും പഠിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്, ഈ ബൈബിളിലെ ചിത്രീകരിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാസന്ദർഭങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമ്പോൾ സൈറയ്ക്കും ഒരു ആനന്ദം. അപ്പോൾ രണ്ട് വിജ്ഞാന കുതുകികളായ ആളുകൾ പരസ്പരം സന്ധിക്കുന്നതിൻ്റെ, സമാഗമിക്കുന്നതിൻ്റെ ഒരു ആനന്ദം ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നത്. അതാണ് ഈ വാസ്തവത്തിൽ എന്നെ എന്തുകൊണ്ട് സൈറയോട് അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ സൈറ എന്നിലേക്ക് എന്തുകൊണ്ട് ശ്രദ്ധ ചെലുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന രണ്ട് സംസ്കാരങ്ങളുടെ പൈതൃകമാണ് പ്രധാനമായും അതിനകത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ഇൻ്റലക്ച്വൽ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പറയില്ലേ, തീർച്ചയായിട്ടും ബൗദ്ധികമായ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സ്നേഹം, പ്രണയം എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ, അതിന് തെറ്റൊന്നുമില്ല. ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ളതാണെന്ന് ഞാൻ സാറൊരു യാത്ര തുടങ്ങി. അത് ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞു, ആകസ്മികമായി കണ്ടുമുട്ടിയ ഒരു വഴിത്തിരിവ്, വന്നൊരാൾ സഹായകമായി ഒരു ആത്മബന്ധം ഉടലെടുത്തു. തീർച്ചയായിട്ടും എത്ര 20 ദിവസങ്ങൾ നടന്ന ഒരു അല്ലേ, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. മാത്രമല്ല എൻ്റെ യാത്രയെ ഏറ്റവും സമ്പന്നമാക്കാൻ അവൾ സഹായിച്ചു. കാരണം ഞാൻ അത് പറയാമല്ലോ, ഞാൻ തിരിച്ച് നിങ്ങൾ ഇവിടെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു, പിന്നീട് പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക്
ഈ കുട്ടി എനിക്കൊരു കവർ തന്നു, ഒരു കവർ, ഭംഗിയുള്ള കവർ. ഞാൻ സോവനിയർ ആയിരിക്കും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, യു ഷുഡ് നോട്ട് ഓപ്പൺ ഇറ്റ് നൗ, ഇപ്പോൾ ഓപ്പൺ ചെയ്യരുത്, വൈൽ യു ആർ ഇൻ എയർ സിനായി. എയർ സിനായിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ഈജിപ്തിലേക്ക് മടങ്ങുന്നത്. അവിടെ വെച്ച് മാത്രമേ ഈ കവർ ഓപ്പൺ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി എനിക്കൊരു കവർ തരികയാണ്, ഒരു നല്ലൊരു സോവനിയർ പോലൊരു കവർ. അതിനകത്ത് എന്തുവാ അല്ലേ? ഞാൻ ഓപ്പൺ ചെയ്തില്ല, ബിക്കോസ് എപ്പോഴും നമ്മൾ വാക്കുകൾ പരിക്കാൻ പാകിസ്ഥാൻ. പക്ഷേ എയർ സിനായിൽ വെച്ച് ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് എൻ്റെ യാത്രയെ സമ്പന്നമാക്കുന്ന വലിയൊരു സംഖ്യ, ഒരു എമൗണ്ട് ഒരു കവറിനകത്തിട്ട് കുട്ടി എനിക്ക് വെച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് പകർന്നു കൊടുത്ത വിജ്ഞാനത്തിന് അവൾ എനിക്ക് പ്രതിഫലം തന്നിരിക്കുന്നു, ഒരർത്ഥത്തിൽ റിവാർഡ് തന്നിരിക്കുന്നു. പക്ഷേ ഞാൻ അവളിൽ നിന്ന് സ്വീകരിച്ച സഹായങ്ങൾക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം സത്യത്തിൽ, അല്ലെങ്കിൽ അതൊരു വേദന നമുക്ക് പറയാം, എന്നെ പിന്തുടരുന്നുണ്ട്. ഞാൻ സ്വാർത്ഥനായിട്ടല്ല, പക്ഷേ നമുക്കത് അങ്ങനെയല്ലല്ലോ. തീർച്ചയായും ഇത് ഞാൻ പ്രതീക്ഷിച്ചതുമല്ല.